കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വീണ്ടും കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകി തന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച വരെ വേദപുസ്തകത്തെപ്പറ്റി, വേദപുസ്തകത്തിന്റെ ആധികാരികതയെപ്പറ്റി, പ്രത്യേകതകളെപ്പറ്റി പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. എന്നാൽ ഇന്നു മുതൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചില ആഴ്ചകൾ, ക്ലാസുകൾ എടുക്കുവാനായി താല്പര്യപ്പെടുന്നു. ദൈവത്തെ ആരും തന്നെ അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അക്ഷരീയമായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില കൂട്ടരുണ്ട്. അത് നിശ്ചയമായിട്ടും ആ മനുഷ്യന്റെ തന്നെ ഭൂമിയിലെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത അനേക കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നുണ്ട്. അനുഭവങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അനുഭവം ഒരിക്കലും കാഴ്ചയല്ല. അക്ഷരീയമായ കാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒന്നല്ല വേദന, പ്രയാസം, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ നാം പറയുന്ന വാക്കുകളൊന്നും അക്ഷരീയമായി അതിന്റെ അനുഭവം കാണുന്നില്ല. എന്നാൽ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ദൈവമുണ്ട് എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും പ്രകൃതി അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലും ഒക്കെ നമുക്ക് വിളിച്ചു പറയുവാൻ കർത്താവ് അവസരം തന്നിരിക്കുന്നു. ഒരു ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാൻ വേദപുസ്തകം ശ്രമിക്കുന്നില്ല. ഉള്ള ദൈവത്തെ എടുത്തു കാട്ടുവാനാണ് വേദപുസ്തകം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പറയുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം നൽകിത്തരുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മുഖാമുഖമായി കാണണമെങ്കിൽ മനുഷ്യൻ പാപിയായിരിക്കുന്നിടത്തോളം പറ്റുകയില്ല. ഏതൻ പർദീസയിൽ ആദാമിനും ഹൗവയ്ക്കും ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിയൻ, ദൈവമായിട്ട് നേരിട്ടുള്ള ബന്ധം അവർക്കുണ്ടായിരുന്നു. കാരണം പാപമില്ലാത്ത യുഗത്തിൽ, അവർ പാപം ചെയ്യാത്ത യുഗത്തിൽ. ഇതുപോലെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന ശേഷം മനുഷ്യന് ദൈവത്തെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കാത്ത അനുഭവം വന്നു. ഇപ്പോൾ നമുക്ക് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ, ദൈവമായിട്ട് സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ നമുക്ക് ദൈവത്തെ മുഖാമുഖമായി കാണണമെങ്കിൽ ഇനി പാപമില്ലാത്തൊരു യുഗത്തിൽ നാം ചെന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം തേജസ്കരിക്കപ്പെടുകയും പാപമില്ലാത്ത അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടുകയും പരിശുദ്ധനോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമുക്ക് അവസരം തരികയും ചെയ്യും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് വേദപുസ്തകം സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാലത്തിൽ നാം എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിപ്പാൻ കഴിയുള്ളൂ. എന്നാൽ ഇപ്പോൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴും ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന വ്യക്തികളുടെ അടുക്കൽ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ അനേക തെളിവുകൾ നമുക്ക് നിരത്തുവാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഭൂമിയുടെ സൃഷ്ടി, മനുഷ്യന്റെ അനുഭവം, മനുഷ്യന്റെ സൃഷ്ടി, ഓരോ സൃഷ്ടിയെയും എടുത്തു വെച്ചുകൊണ്ട്, മനുഷ്യന്റെ മനസ്സാക്ഷി വെച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു പഠനമാണ് നാം ഇന്നു മുതൽ ഇവിടെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അന്ന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? മുഖം കണ്ട് ആരാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ വാസം അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്നു വസിക്കുന്ന ഒരു കാലം ഇനി വരാൻ പോകുന്ന ഭാവി കാലത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഡയറക്റ്റ് ദൈവത്തെ മുഖാമുഖമായി കാണണമെങ്കിൽ പാപമില്ലാത്ത കാലത്തിലേക്ക് നാം പ്രവേശിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ ക്ലാസുകളൊക്കെ നടക്കുന്നത്. ഇവിടെ ഈ നടക്കുന്ന ബൈബിൾ ക്ലാസ്, ലോകം മുഴുവൻ നടക്കുന്ന സുവിശേഷ പ്രസംഗങ്ങൾ, ലോകം മുഴുവൻ ദൈവദാസന്മാർ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പരസ്യ കവലയിൽ നിന്ന് സംസാരിക്കുന്നത്, കൺവെൻഷൻ ക്രമീകരിച്ച് സംസാരിക്കുന്നത്, വചനം പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ എടുക്കുന്നത് എന്തിന്? ഈ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ ഈ തിങ്കളാഴ്ച തോറും നടക്കുന്ന ബൈബിൾ ക്ലാസും പാപമില്ലാത്ത ഇനി വരാൻ പോകുന്ന യുഗത്തിലേക്ക് ഈ പഠിക്കുന്ന ആരെപ്പറ്റി പഠിക്കുന്നോ ആ സർവശക്തനായ ദൈവത്തെ മുഖാമുഖമായി കാണാൻ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ബൈബിൾ ക്ലാസുകൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച തോറുമുള്ള ബൈബിൾ ക്ലാസ്സിൽ വരുന്ന പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളണം, എന്തിനു വേണ്ടി ഇവിടെ വരുന്നതെന്ന് അറിയാമോ? വരാൻ പോകുന്ന കാലത്ത് ഇപ്പോൾ ആരെ പറ്റി പഠിക്കുന്നു, ആരെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നു, ആ ദൈവത്തെ മുഖാമുഖം നേരിട്ടൊന്ന് കാണാൻ ഒരു അവസരം
നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച സകലർക്കും അങ്ങനെ ഒരു അവസരം ദൈവം തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ജീവരക്ഷ പ്രാപിക്കണം. അതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ ദൈവത്തെ പറ്റി അല്പനാളുകൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പൂർണ്ണതയെ പറ്റി പഠിപ്പിക്കാൻ എനിക്ക് കഴിയുകയില്ല. ദൈവത്തെ അതിൻ്റെതായ നിലയിൽ പഠിപ്പിക്കാൻ എനിക്ക് കഴിയുകയില്ല. കാരണം ദൈവത്തെ പറ്റി ഒരു ചെറിയ അറിവ് മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ അറിവിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു തരാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്, പൂർണ്ണമായ ആശ്രയം വയ്ക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നെങ്കിൽ അത് ഈ ക്ലാസ് അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ഏത് മനുഷ്യനും വിളിച്ചാൽ, ഒരു പ്രയാസമുണ്ടായാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ദൈവം എന്ന കൺസെപ്റ്റ് എല്ലാ മനുഷ്യനിലും, ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളിലും ഉള്ള ഒരു ചിന്തയാണ്. നമ്മൾ സംസാരിക്കുന്നു ദൈവം. ഒരു തെറ്റ് കണ്ടാൽ പറയുന്നു ദൈവം ഇത് കാണുന്നു. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ സംരക്ഷിക്കണേ. എന്തെങ്കിലും പഠിക്കുന്നതിന് മുൻപ്, പുസ്തകം തുറക്കുന്നതിന് മുമ്പേ ഒന്നിൽ ദൈവമേ വിളിക്കുന്നു, ഇല്ലെങ്കിൽ കുരിശു വരയ്ക്കുന്നു. വേണ്ടുന്ന ദൈവത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തോ മനസ്സിന്റെ ഉള്ളിൽ ദൈവം എന്ന ഒരു ചിന്താഗതിയും മനുഷ്യനിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നു. ദൈവം 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 എന്ന് നാം പറയുമ്പോൾ തന്നെ ഹൗ ഡു യു നോ ദാറ്റ് എ ഗോഡ് എക്സിസ്റ്റ്? ഒരു ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും നമ്മൾ പറഞ്ഞ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ഓൺ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി അല്പസമയങ്ങൾ പഠിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം ഉണ്ട് എന്ന് മനുഷ്യൻ എങ്ങനെ അറിയാം? നമുക്കപ്പുറത്ത് ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട്, നമ്മെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം? അതിന് 2-3 തെളിവുകൾ, പല ആർഗ്യുമെന്റ്സ് അതിനുണ്ട്. എന്നാൽ ആർഗ്യുമെന്റ്സിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് അത് ഓർപ്പിക്കാനായിട്ട് മാത്രം ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ തെളിവ് ഹ്യൂമാനിറ്റീസ് ഇന്നർ സെൻസ് ഓഫ് ഗാഡ്. മനുഷ്യന്റെ ഉള്ളിൽ എന്താ ഉണ്ട്? ദൈവം എന്ന ഒരു സെൻസ് ഉണ്ട്. അതൊരു തെളിവാണ്. എങ്ങനെയാ ഇത് വന്ന് കയറിയത്? ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഒരു സെൻസ് ഉണ്ടാകില്ല. ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി മനുഷ്യൻ സംസാരിക്കുമോ? ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ സംസാരിച്ചതായിട്ട് അറിയാം? എന്തെങ്കിലും ചിന്തിച്ചു നോക്കി. ഇല്ലാത്ത ഒരു കാര്യം, ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം വി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ശരിയല്ലേ? ഭൂമിയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം ഇല്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ദൈവം എന്ന വാക്കെങ്കിലും നിലനിന്നിരുന്നു എന്ന മനുഷ്യൻ സമ്മതിക്കുന്നു. ശരിയല്ലേ? കണ്ടുപിടിക്കപ്പെടാത്ത ഒരു വാച്ചിനെ പറ്റി ആരെങ്കിലും സംസാരിക്കാറുണ്ടോ? കണ്ടുപിടിക്കപ്പെടാത്ത ഒരു കാറിനെ പറ്റി സംസാരിക്കാറുണ്ടോ? ആ കാറിന്റെ കമ്പനി പറയാറുണ്ടോ? ഇതുവരെ ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ലാത്ത ഒരു വിഷയത്തെ പറ്റി മനുഷ്യൻ സംസാരിച്ച് നാം കേട്ടിട്ടില്ല. ഉണ്ടോ? ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം ഉണ്ടെന്നോ ദൈവം ഇല്ലെന്നോ ഒരു മനുഷ്യൻ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒരുത്തൻ സമ്മതിക്കുന്നു ഒരിക്കൽ ദൈവം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലായിരുന്നു എന്നർത്ഥം. ദൈവം ഇല്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ദൈവം ഇല്ല എന്നൊരു മനുഷ്യൻ പറയുന്നെങ്കിൽ അവൻ ഭോഷനാണ്. കാരണം ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. അതാണ് അതിന്റെ വാസ്തവം. ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ, ഉണ്ടെന്നോ ഇല്ലെന്നോ സംസാരിക്കാൻ കാരണം ഈ വേർഡ് എവിടുന്ന് കിട്ടി? ഈ വാക്ക് എവിടുന്ന് കിട്ടി? സോ ഹൗ ഡു യു നോ? ഇല്ലെന്ന് പറയണമെന്നോ ഉണ്ടെന്നോ പറയണമെങ്കിൽ അതിന് അർത്ഥമെന്ന് പറയുന്നത് there is an inner sense. എല്ലാ മനുഷ്യന്റെയും അകത്ത് ഒരു സെൻസ് ഉണ്ട്. ആരെ പറ്റി? ദൈവത്തെ പറ്റി. All persons everywhere have a deeper sense that God exists and that they are His creatures, that He is their creator. അവര് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണെന്നും
ദൈവമാണ് അവരുടെ സൃഷ്ടിതാവെന്നും അവര് ഏത് മനുഷ്യനും സമ്മതിക്കുന്നുണ്ട്. സമ്മതിച്ചില്ലേലും മനസ്സിൽ ആ ഫീലിംഗ് ഉണ്ട്. എന്തിന് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ജാതികൾക്ക് പോലും ദൈവമുണ്ട് എന്ന ഫീലിംഗ് ഉണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാട്ട്, വേദപുസ്തകമുള്ളവരെല്ലാവരും റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. 1-ാം അധ്യായത്തിൽ വന്നുകൊണ്ട് ചില പ്രിയപ്പെട്ടവർ എന്നെ പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്തത്, അവരുടെ ദേഹമില്ലാത്ത ഹൃദയം. 25-ാം വാക്യം വായിച്ചാട്ട്. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. റൈറ്റ്. അപ്പൊ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ഇവൻ ജെന്റൈൽസ്, ജാതികളിൽ പോലും, ലോകത്തുള്ള സകല മനുഷ്യരിലും ദൈവം എന്ന സെൻസ് ഉണ്ട് എന്ന വേദപുസ്തകം പറയുന്നു. ഈ സെൻസ് ഉണ്ടായിട്ടും, ഏത് സെൻസ്? ദൈവം ഉണ്ട് എന്ന ആ സെൻസ് അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടും അവരെന്ത് ചെയ്യുന്ന പറയുന്നത്? അവനെ ദൈവം എന്നോർത്ത് എന്ത് ചെയ്യുന്നില്ല? മഹത്വീകരിക്കുന്നില്ല. അതാണ് ഇന്ന് യുക്തിവാദത്തിൽ നടക്കുന്നത്. അതാണ് ഇന്ന് എത്തീസത്തിൽ നടക്കുന്നത്. ദൈവം ഉണ്ട് എന്ന ഇന്നർ സെൻസ് ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവനെ ദൈവമെന്നോർത്ത് എന്ത് ചെയ്യുന്നില്ല? മഹത്വീകരിക്കുന്നില്ല. ഒരു എത്തീസ്റ്റ്, ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട സംഭവം ആ മനുഷ്യൻ ഇങ്ങനെ വിവരിച്ചു. എല്ലായിടവും ശക്തമായ ആർഗ്യുമെന്റ് ഒക്കെ വെച്ച് നിരത്തി പ്രസംഗിച്ച് നടന്നു. ദൈവം ഇല്ല, ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ല എന്ന് പ്രസംഗിച്ചു നടന്ന ഈ മനുഷ്യൻ ഒരു പ്രസംഗം കഴിഞ്ഞ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ്, യുക്തിവാദി സംഗമത്തിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ താൻ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിച്ചുടനെ ഈ ബുള്ളറ്റിൽ നിന്ന് ഈ മനുഷ്യൻ തെറിച്ചു, മുകളിലോട്ട് തെറിച്ച് തല ഉച്ചകുത്തി താഴോട്ട് വരുന്ന സമയത്ത് ഒരു വിളി വിളിച്ചു, ദൈവമേ. തലയും ഉച്ചകുത്തി താഴേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പ്രസംഗിച്ചിട്ട് വന്ന എന്തില്ലെന്ന്? ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ല എന്ന്, ദൈവം എന്നൊരു ചിന്തയില്ല, ദൈവം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്ന് പ്രസംഗിച്ചു വന്ന മനുഷ്യൻ ബുള്ളറ്റ് ഇടിച്ച് തെറിച്ച് മുകളിലേക്ക് പൊങ്ങി താഴോട്ട് വരുമ്പോ അറിയാതെ വിളിച്ചുപോയി, ദൈവമേ. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞത്, അവന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ വിളിയോടുകൂടി ആരോ തന്നെ എടുത്തു കൊണ്ടുവന്ന് താഴെ ഇരുത്തുന്നത് പോലെ കൊണ്ടുവന്ന് താഴെ ഇരുത്തി. അവിടെ വെച്ച് ആ മനുഷ്യൻ ഇങ്ങനെ തീരുമാനിച്ചു, കാരണം അവൻ അറിയാതെ വിളിച്ച വിളിയാ ദൈവമേ. ആ സാക്ഷ്യത്തിൽ ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ അറിഞ്ഞില്ല ഈ ദൈവമേന്ന് വിളിക്കാം. എന്റെ മനസ്സ് മുഴുവൻ, എന്റെ അറിവ് മുഴുവൻ, എന്റെ ജ്ഞാനം മുഴുവൻ ദൈവമില്ല എന്ന് പറയാനായിട്ടാണ്. മറ്റുള്ളവർ വ്യർത്ഥബുദ്ധിയിൽ ആരൊക്കെയോ ബ്രെയിൻ വാഷ് നടത്തി ദൈവമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് തെളിവുകൾ നിരത്തി കോവൂരിന്റെ ഒക്കെ ആർഗ്യുമെന്റും ഒക്കെ നിരത്തി പ്രസംഗിച്ചിട്ട് വന്ന മനുഷ്യന് ഈ ഒരു സന്ദർഭത്തിൽ താഴേക്ക് വരുമ്പോൾ അവൻ പറയുന്നത്, അവൻ അറിയാതെ വിളിച്ചു ദൈവമേ. ആ അനുഭവ സാക്ഷ്യത്തിൽ എനിക്കിങ്ങനെ മനസ്സിലായത്, ദൈവമുണ്ടെന്നവനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് താങ്ങിയിരുത്തുന്നു. അവിടെ വെച്ച് അവൻ തീരുമാനിച്ചു, ഇനി ദൈവമില്ല എന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ശൗലിന് ഒറ്റയടി കൊടുത്ത് തന്റെ വാഹന മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണപ്പോ മുകളിൽ നിന്നൊരു ശബ്ദം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്ന കർത്താവ്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ, യേശു തന്നെ ഞാൻ. അവിടെ വെച്ച് ശൗലിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചു. ഇതുവരെ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ നടന്ന ശൗല് അന്നൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയല്ല, ക്രിസ്ത്യാനികളെ പണിയാനായിട്ട് ഞാൻ തയ്യാറെടുക്കുന്നു. ഇതുപോലെ ഈ മനുഷ്യൻ സമർപ്പിച്ചു. അപ്പോൾ ഏത് മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്ന ചിന്താഗതി മനുഷ്യരിലുണ്ട്. എന്നാൽ നടക്കുന്നത്
ഈ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാൻ മനുഷ്യൻ പുറകോട്ട് മാറും. ആ അറിവ് ആക്കാൻ ഇതിനെ വിളിക്കുന്നത് പർപ്പസ്ഫുൾ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന റിബല്യൻ എന്നാണ്, മത്സരം എന്നാണ്. കാരണം ഹി നോസ് ബട്ട് ഡസ് നോട്ട് അക്സെപ്റ്റ്. അവൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഹി നോസ് ദ ട്രൂത്ത് ബട്ട് നോട്ട് റെഡി ടു അക്സെപ്റ്റ്. സത്യമാണെന്നറിയാം, പക്ഷെ അംഗീകരിക്കുന്നില്ല. ഇതിനെ റിബല്യൻ എന്നാണ് വിളിക്കുന്നത്. വായിക്കാം, 1-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അനീതി കൊണ്ട് സത്യത്തെ, anyone got English translation? Anyone got English Bible with you? Yeah, read it. 1:18, Romans 1:18. Who suppress the truth? മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ തടുക്കുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് who suppress the truth. അതിന് കുറച്ചുകൂടെ മലയാള അർത്ഥമുണ്ട്. എന്താ? ഉള്ള ഒരു കാര്യത്തെ ഒതുക്കി വെക്കുക. ദാറ്റ് ഇസ് ദ മീനിങ്, അല്ലെ? സപ്രസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ മാറ്റിവെക്കാന്നല്ല. ഉള്ള ഒരു കാര്യത്തെ അമർച്ച ചെയ്യുക, അമർത്തി വെക്കുക. അപ്പൊ അതുകൊണ്ട് സത്യമുണ്ടെന്നറിയാം, എന്നാൽ ആ സത്യത്തെ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്, അതിനെ അടിച്ചമർത്തി വെക്കുന്നു, ഒതുക്കി വെക്കുന്നു. ഹു സപ്രസ് ദ ട്രൂത്ത്. ഇവരുടെ മേൽ എന്ത് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് ദൈവ കോപം വെളിപ്പെട്ടു വരുന്നുവെന്നാണ്. അപ്പോൾ ഈ ഇന്നർ സെൻസിന് ഇനി ഒരു കാര്യം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാം. ദൈവം എന്ന കൺസെപ്റ്റ് മാത്രമല്ല, ഏതെങ്കിലും സത്യം സത്യമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ച പോലെ വേദപുസ്തകം സത്യമാണെന്ന് നമുക്കറിയാം. വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ആർഗ്യുമെന്റ്സിന് വേണ്ടി നമ്മൾ പറയുകയാണ്, നോ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്. വേദപുസ്തകം കംപ്ലീറ്റ് അല്ല, ഇറ്റ്സ് നോട്ട് അതോറിറ്റേറ്റീവ്, ഇറ്റ്സ് നോട്ട് അഥന്റിക്, ഇത് ആധികാരികമല്ല എന്നൊരു മനുഷ്യൻ സത്യം അറിഞ്ഞിട്ട് സത്യത്തെ അമർച്ച ചെയ്യുന്നെങ്കിൽ ദൈവകോപം അവന്റെ മേൽ വെളിപ്പെട്ടു വരുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, തിരുവചനം സംബന്ധിച്ച ഏത് ടീച്ചിങ്ങും സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് ആ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാതെ മനഃപൂർവ്വം തള്ളി മാറ്റുന്നെങ്കിൽ യു ആർ ലയബിൾ ടു ബി പണിഷ്ഡ്. നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, വേർപെട്ട് ജീവിക്കണം, കർത്താവിനെ അറിയണം, ആരാധിക്കണം, സ്വർഗീയ വിശുദ്ധ ജീവിതം നയിക്കണം. അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല, ഇതാണ് സത്യപാത, ഇതിലേക്കൂടെ പോകണം. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ട് ഇഫ് യു ആർ കൺവിൻസ്ഡ്, അല്ലാത്തിടത്തോളം കാലം ഞാൻ പറയുന്നില്ല. ഇഫ് യുവർ ഹാർട്ട് സേ, ഇഫ് യുവർ മൈൻഡ് സേ that this is the truth, ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ട് ആ സത്യത്തെ നമ്മൾ മനഃപൂർവ്വം അമർച്ച ചെയ്യുന്നെങ്കിൽ, what the word of God says, ദൈവകോപം അവന്റെ മേൽ വെളിപ്പെട്ടു വരുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. If God convinces you something, if the word of God convinces you something, ദൈവത്തിന്റെ വചനം നിങ്ങളെ എന്തെങ്കിലും കൺവിൻസ് ചെയ്യുന്നെങ്കിൽ, ഇത് സത്യമാണെന്ന് കൺവിൻസ് ചെയ്യുന്നെങ്കിൽ, ഇന്ന് രാത്രി ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ആ സത്യത്തിന്റെ മുൻപാകെ കീഴടങ്ങുക എന്നുള്ളതാണ്, സത്യത്തിന്റെ മുൻപാകെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യു അഗ്രി വിത്ത് മീ? ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവം ഉണ്ടെന്നറിയാം, എന്നാൽ ആ ദൈവത്തിന്റെ ചിന്താഗതി അവരെന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ദേ സപ്രസ് ഇറ്റ്, അവരെ അടിച്ചമർത്തുന്നു എന്നവിടെ കാണുന്നു. ഇതിനെ പർപ്പസ്ഫുൾ, ഇതിനെ റിബല്യൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 23. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി. വളരെ മനസ്സിലാക്കണം, ദൈവത്തെ അറിയുക എന്ന് മാത്രമല്ല,
ദൈവത്തിന്റെ സ്വഭാവം കൂടെ അറിഞ്ഞിട്ട് ദൈവം ആരാണെന്ന് പറഞ്ഞേക്കുന്നത്? ഈസ് ഇമ്മോർട്ടൽ ഗാഡ്. അവൻ ഒരിക്കലും ക്ഷയമില്ല എന്നറിയാം. ബലഹീനനായ ഒരു മനുഷ്യനോട് തുല്യപ്പെടുത്താൻ പറ്റുകയില്ല എന്നറിയാം. ഒരു മൃഗത്തോട് തുല്യപ്പെടുത്താൻ പറ്റുകയില്ല എന്നറിയാം. ഒരു ഇഴജാതിയോട് തുല്യപ്പെടുത്താൻ പറ്റുകയില്ല എന്നറിയാം. എന്നിട്ടും ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. They know the quality, the attribute of God, the nature of God. ദൈവത്തിന്റെ സ്വഭാവം അവർക്കറിയാം. അവൻ ആരെന്നാ പറഞ്ഞേക്കുന്നത്? അക്ഷയനായ ദൈവമാണെന്ന് അവർക്കറിയാം. ഈ ദൈവത്തെ ഏത് രൂപത്തിലാക്കി കളഞ്ഞെന്ന? ക്ഷയമുള്ള മനുഷ്യന്റെ രൂപത്തിലാക്കി കളഞ്ഞു. അടുത്തത് പക്ഷിയുടെ രൂപം വെച്ചിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം അതിന്റെ മുൻപാകെ ചെല്ലുക. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? നാൽക്കാലി, അടുത്തത് ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ദൈവത്തെ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തിന്റെ സർവശക്തി, ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവത്തെ ഒരു രൂപത്തിലും ഒതുക്കാനായിട്ട് കഴിയുകയില്ല. രാത്രി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. വേദപുസ്തകം ഏറ്റവും വലിയ പാപമായി കണ്ടിരിക്കുന്നത്, പാപങ്ങൾ ഒരുപാടുണ്ട്, എന്നാൽ വളരെ ശക്തമായി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന രൂപങ്ങൾ ഉണ്ടാക്കരുത്. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് ശിക്ഷാവഹമാണെന്ന് വേദപുസ്തകം പറയുന്നു. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ രൂപത്തെ ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കിയ ആ മനുഷ്യരൂപം ഇത് ദൈവമാ എന്ന് പറഞ്ഞ് നാം പഠിപ്പിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക്, എന്തിനും നമുക്ക് തന്നെ ദൈവം എന്ന് പറയുമ്പോൾ ആ രൂപമാണ് നമ്മുടെ മുന്നിൽ ഓടി വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് പ്രിയമുള്ളവർ ക്ഷമിക്കണം, നിങ്ങൾ ദയവായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ ക്ലിയർ ചെയ്യാം. കാരണം ഇത് ബൈബിൾ ക്ലാസ് ആണല്ലോ, ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് ഈ ലോകത്തിൽ എവിടെ ചെന്നാലും യേശുവിന്റെ രൂപം കാണാം. ഒരു മനുഷ്യരൂപം ലോകത്തിൽ എവിടെ ചെന്നാലും കാണാനായിട്ട് സാധിക്കും. ഒന്നുകിൽ മാതാവിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു, ഇല്ല എങ്കിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് അപ്പം നുറുക്കുന്ന യേശു, ഇല്ല എങ്കിൽ ക്രൂശിൽ കിടക്കുന്ന നഗ്നനായ യേശു, ഇല്ല എങ്കിൽ തലയിൽ ഇങ്ങനെ തേജസ് സ്ഫുരിക്കുന്ന യേശു. ആ യേശുവിന്റെ പിക്ചറാണ് നമ്മുടെ മുൻപാകെ ആയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെയും നിങ്ങളുടെയും മുൻപിൽ യേശു എന്ന് പറയുമ്പോൾ കണ്ണടച്ചാൽ ഉടനെ ഈ രൂപമാണ് മുന്നിൽ വരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, യേശു തമ്പുരാൻ മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ മാത്രമേ മനുഷ്യരൂപത്തിലായിരുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആർ യു വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെയാണോ? യേശു മനുഷ്യാവതാരം എടുത്ത് മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് 33.5 തിരുവയസ്സ് വരെ ഇവിടെ ജീവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ now no more he is a human being. മനസ്സിലാകുന്നുണ്ടോ? ഇനി മേലിൽ എന്റെ യേശു ഒരു മനുഷ്യനല്ല, അവന് രൂപം കൽപ്പിക്കാൻ പറ്റത്തക്ക നിലയിൽ ഒരു മനുഷ്യനല്ല. അവൻ ആരാണ്? സർവവ്യാപിയായ സർവശക്തനായ ദൈവം തമ്പുരാനായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആർ യു വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെയാണോ? ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുൻപാകെ യേശുവിന്റെ രൂപം കാണുമ്പോൾ, യേശുവെ എന്നൊരു മനുഷ്യരൂപത്തെ നമ്മൾ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം,
അക്ഷയനായ ദൈവത്തിന്റെ രൂപത്തെ ഒരു മനുഷ്യരൂപത്തിൽ നമ്മളാക്കിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തിന്? വിഗ്രഹാരാധനയോട് വേദപുസ്തകം വളരെ ശക്തമായി എതിർക്കുകയാണ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതിനോട് ചേർന്ന് വായിക്കാം. ലോജിക്കലായിട്ട് മറ്റു കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ. സർവശക്തനായ ദൈവത്തെ ഒരു രൂപത്തിൽ ഒതുക്കാനായിട്ട് പറ്റുകയില്ല. വായിച്ചേട്ടെ, വേദപുസ്തകം എന്താ പറയുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പുറപ്പാട് 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. പിന്നെന്ത് ചെയ്യുന്ന? എവിടെ ഉള്ളതാ? മീതെ സ്വർഗത്തിലുള്ളതിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ദൈവം. ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ യേശു തമ്പുരാൻ, ദൂതന്മാര്. ഇനി പറുദീസ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ മരിച്ചുപോയ വിശുദ്ധന്മാര്. പറുദീസയിൽ വിശ്രമിക്കുന്ന ആരാ? കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൽ നിന്ന് വിശ്രമം നേടിയ വിശുദ്ധന്മാർ എവിടെ വസിക്കുന്നു? പറുദീസയിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിലുള്ളതിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്. താഴോട്ട്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. എന്നിട്ട് അതിനെ നമസ്കരിക്കരുത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. ഇതൊരാൾ വായിക്കുമ്പോൾ അടുത്തൊരാൾ യെശയ്യാ പ്രവചനം 44-ാം അധ്യായം ഒന്നെടുത്ത് വെച്ചേക്കണം. 1 കൊരിന്ത്യർ 10:14. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവേൻ. വിഗ്രഹത്തെ ഉണ്ടാക്കി അതിന്റെ മുന്നിൽ ചിലർ പറയും ഞങ്ങൾ ആരാധിക്കുന്നില്ല, വണങ്ങേ ഉള്ളത്. എന്നാൽ വേദപുസ്തകം സ്പഷ്ടമായി പറയുന്നത് ദൈവത്തെ അല്ലാതെ മറ്റാരെ എന്ത് ചെയ്യാൻ പാടില്ലെന്ന. വണങ്ങുന്ന അർത്ഥമാണല്ലോ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? വണങ്ങലും നമസ്കരിക്കലും ഏകദേശം ഒന്ന് തന്നെയാണല്ലോ. ചിലർ പറയുന്നത് ഞങ്ങൾ വണങ്ങുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യുന്നില്ലെന്ന. അത് ഇതിനെ മറച്ചു വെക്കാനുള്ള ഒരു തത്രപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചായിട്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് പറയുന്നില്ല, വിശുദ്ധ തിരുവചനം പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം, അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല, അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല. അടുത്തത്, ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനെയും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവരാ. അടുത്തത്, അങ്ങനെ ഉണ്ടാക്കുന്നവരെല്ലാം ലജ്ജിച്ചു പോകും. അടുത്തത്, കൗശലപ്പണിക്കാരോ മനുഷ്യരത്രേ. അടുത്തത്, ബിംബത്തെ ഉണ്ടാക്കുന്നവരും അവരെ നമസ്കരിക്കുന്നവരും എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവരെല്ലാവരും ഒരുമിച്ച് ലജ്ജിച്ചു പോകുമെന്ന്. ആര് പറയുന്നതാ? പാസ്റ്റർ ഷാജി പറയുന്നതാണോ? അല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്ന വചനങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. താഴോട്ട് വായിച്ചാട്ടെ. വിഗ്രഹം ഉണ്ടാക്കുന്ന വിധം ദൈവത്തിന്റെ ആത്മാവ് കളിയാക്കി പറയുക, പരിഹസിച്ച് പറയുക. എന്താ പറയുന്നത്? കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത്. അതിനെയും ഹിന്ദുക്കളുടെ വിഗ്രഹമായാലും ക്രിസ്ത്യാനിയുടെ വിഗ്രഹമായാലും ആരുടെ വിഗ്രഹമായാലും എങ്ങനെ ഉണ്ടാക്കുന്നത്? ഉളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിയ കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അടുത്തത്, അവൻ വിശന്ന് ക്ഷീണിക്കുന്നു. ഈ ഉണ്ടാക്കുന്നവൻ വെള്ളം കുടിക്കാതെ എന്ത് ചെയ്യുന്നു? തളർന്നു പോകുന്നു. താഴോട്ട് വായിച്ചാട്ടെ.
ആശാരി തോത് പിടിച്ച്, കൊല്ലം മാത്രം പോലെ ഇതുണ്ടാക്കാൻ ആശാരിയുടെ സഹായം കൂടെ വേണം. അതുകൊണ്ട് ആശാരി തോത് പിടിച്ച് അടുത്തത് അങ്ങനെ ആരെ ഉണ്ടാക്കുന്നേ? 10-ാം വാക്യം. വെട്ടുകയും എന്തെല്ലാം കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് തടി വെച്ച ദേവനെ ഉണ്ടാക്കുന്ന, കാരണം ദേവനെ ഉണ്ടാക്കിയല്ലേ. അതുകൊണ്ട് തേക്കും കരുവേലകവും അടുത്തത് അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും. അണ്ടർലൈൻ ചെയ്തോണം, അത് ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുന്നിൽ എന്തോ ചെയ്യുന്നെന്ന് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞ പോലെ വണങ്ങുന്നേ ഉള്ളല്ലോ. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ വാസ്തവം അതാണ്. എന്നിട്ട് ഈ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് അതിന് മുൻപാകെ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? സാഷ്ടാംഗം വീഴുന്നു. അടുത്തത് വായിച്ചോട്ടെ. അതിൽ ഒരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു, നല്ല തീ, കുളിർ മാറി എന്ന് പറഞ്ഞു പോകുന്നു. 17-ാം വാക്യം കൂടെ. അതിന്റെ പുറത്ത് നമ്മള് നാട്ടിൽ പറയുമല്ലോ, നല്ല തടിക്ക് എന്താ പറയുന്നത്? കാതലൊഴിച്ച് ബാക്കിയെല്ലാം ചെത്തി അപ്പമൊക്കെ ഉണ്ടാക്കി തിന്നു. കുളിരും മാറിക്കഴിഞ്ഞപ്പോൾ കാതലെടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ചു. എന്തോ പ്രാർത്ഥിച്ചത്? എന്നെ രക്ഷിക്കണമേ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം അക്ഷയനാണെന്നറിഞ്ഞിട്ടും ദൈവത്തിന്റെ സ്വഭാവം മനസ്സിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഒരു മനുഷ്യനിലും ഒരു രൂപത്തിലും ദൈവത്തെ ഒതുക്കുവാൻ കഴിയുകയില്ല എന്ന് മനുഷ്യന്റെ മനസ്സ് പറഞ്ഞിട്ടും അവൻ അതിനെ തള്ളിക്കളഞ്ഞിട്ട് സർവശക്തനായ ദൈവത്തെ പാപം ചെയ്ത നാൾ മുതൽ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ മനുഷ്യന്റെ ഭാവനകളിൽ രൂപങ്ങളാക്കി, മനുഷ്യ സാദൃശ്യങ്ങളാക്കി ഉണ്ടാക്കി നമസ്കരിക്കുന്നു. അവരുടെ മേൽ ദൈവകോപം വരുമെന്ന് ദൈവവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വന്നാട്ട് അതിലൂടെ പല വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. എല്ലാം പറയാൻ സമയമില്ലല്ലോ. ബിംബത്തെ ഉണ്ടാക്കുന്നവൻ മാത്രമല്ല, ബിംബത്തെ ആരാധിക്കുന്നവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചാൽ, വെളിപ്പാട് 22:15. ക്ഷുദ്രക്കാര്, ദുർനടപ്പുകാര്, കുലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ ഇതുവരെ നിനക്ക് ദൈവവചനത്തിലുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം, അറിവിന്റെ കുറവ് കൊണ്ടായിരിക്കാം ഏതെങ്കിലും ബിംബങ്ങളുടെ മുൻപാകെ, ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ മുൻപാകെ നീ ചെന്ന് നമസ്കരിച്ചിട്ടുള്ളത്, തലവണക്കിയിട്ടുള്ളത്, കൈകൂപ്പിയിട്ടുള്ളത്, മെഴുകുതിരി കത്തിച്ചിട്ടുള്ളത്, നേർച്ചയിട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധ തിരുവചനം പറയുന്നു, സത്യം 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 എന്ന് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പഠിപ്പാനിടയായ 66 പുസ്തകങ്ങളടങ്ങുന്ന വിശുദ്ധ തിരുവചനം പറയുന്നു, എന്റെ ദൈവത്തെ ഒരു രൂപത്തിലും ഒതുക്കുവാൻ പാടില്ല, അത് പാപമാണെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അത് മനഃപൂർവ്വ റിബല്യനാണ്, മത്സരമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കെരൂബുകളുടെ രൂപം ഉണ്ടാക്കി എന്തിനാണ്? ഒരിക്കലും കെരൂബുകളുടെ രൂപമുണ്ടാക്കിയും അതിന് മുന്നിൽ ചെന്ന് വണങ്ങുവാൻ, നമസ്കരിക്കുവാൻ ദൈവം പറഞ്ഞില്ല, ദൈവം അത് സംസാരിച്ചില്ല. അങ്ങനെ ഇസ്രായേൽ ജനം ചെയ്തിട്ടുമില്ല. അതിന് മുൻപാകെ നേർച്ചയിട്ടിട്ടില്ല, അതിന് മുൻപാകെ മെഴുകുതിരി കത്തിച്ചിട്ടില്ല. വേദപുസ്തകം പറയുന്നത്, ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫാസ്റ്റേ
ഒരു വിഗ്രഹമില്ല എങ്കിൽ എങ്ങനെ നമുക്ക് ഈ ദൈവത്തെ അറിയാൻ പറ്റും? ഒരു രൂപം ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇസ്രായേലിന് ദൈവം കൽപ്പന കൊടുത്തത്. എന്താ കൽപ്പന എന്നറിയാമോ? നിങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. കാരണം ഇസ്രായേൽ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ സകല ജാതികളുടെ മധ്യത്തിലും രൂപങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണമായിരുന്നു, പതിവായിരുന്നു. അവിടെ വെച്ച് ദൈവം പറഞ്ഞു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ട് എന്റെ രൂപം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതിനു പകരം നിങ്ങൾക്ക് എന്നെ അറിയാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരാം. ഞാൻ എഴുതി തന്ന ന്യായപ്രമാണമുണ്ടല്ലോ, അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്. അതിലെ വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ പുറകിൽ പരിശുദ്ധനായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് യേശുവിനെ അറിയാൻ, ദൈവത്തെ അറിയാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്തെന്നറിയാമോ? ജീവനും ചൈതന്യവുമുള്ള ഈ ദൈവവചനത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഇത്ര സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരു ദൈവത്തെ, അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്. റോമാലേഖനത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതിന് മുൻപേ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇങ്ങനെ ചെയ്യാൻ കാരണം അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയത് കൊണ്ടാണ്. പിശാച് അത് കുരുടാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ് അവർ ദൈവത്തെ വിഗ്രഹരൂപത്തിൽ ആരാധിക്കുന്നത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. 25-ാം വാക്യം ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദര, നീ ചിലപ്പോൾ ആരാധിക്കുന്നത് യേശു എന്ന പേരോടുകൂടിയ ഒരു മനുഷ്യന്റെ രൂപത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിശുദ്ധന്മാരുടെ പേരുകളായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഈ ലോകം വിട്ട വിശുദ്ധന്മാരായിരിക്കാം. അവരുടെ രൂപത്തിന്റെ മുൻപാകെ വണങ്ങുവാൻ, നമസ്കരിക്കുവാൻ വിശുദ്ധ തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല എന്ന് ശക്തമായി ഞാൻ പറയട്ടെ. ഇതിനെതിരെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തെളിവെങ്കിലും നിങ്ങൾക്കെടുത്തു തന്നാൽ ഞാൻ സന്തോഷവാനായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്ന, എനിക്കറിയില്ല ആരൊക്കെ ഈ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഏതെങ്കിലും വിശുദ്ധന്റെയോ യേശു തമ്പുരാന്റെയോ ഏതെങ്കിലും രൂപത്തിന്റെ മുൻപാകെ പോയി വണങ്ങുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയാണോ മറ്റേതോ ക്ലാസ്സിലോ ഞാൻ ചോദിച്ചു, ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുൻപേ ഇന്ദിരാഗാന്ധിയുടെ രൂപം ഇന്ത്യയിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെട്ട് അതിന്റെ മേൽ മാലയിട്ട് പൂജ നടത്തുന്ന ആരും കണ്ടിട്ടില്ല. എന്തിന്? ഹൈന്ദവരായ സഹോദരന്മാർ പോലും അവരുടെ പിതാവിന്റെ ഫോട്ടോ വെച്ച്, അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് മാലയിട്ട് മെഴുകുതിരി കത്തിച്ച് നിലവിളക്ക് കത്തിച്ച് വെക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ പിതാവ് മരിച്ചുപോയ ശേഷം മാത്രമേ ഉള്ളൂ. ജീവനോടൊരു പിതാവ് ഇരിക്കുമ്പോൾ ആ പിതാവിന്റെ ഫോട്ടോയോ രൂപമോ വെച്ച് അതിന്റെ മുൻപാകെ മാലയിട്ട് തിരികൊളുത്തിയാൽ ആ പിതാവ് ഒരിക്കലും സമ്മതിക്കുകയില്ല, സഹിക്കുകയില്ല. കാരണം എന്തെന്നറിയാമോ? ആ ഒരു മനുഷ്യന്റെ ഫോട്ടോ വെച്ച്, വിഗ്രഹം വെച്ച് അതിന്റെ മുന്നിൽ തിരികൊളുത്തുകയും അതിന്റെ മുന്നിൽ പൂജ ചെയ്യുകയും ചെയ്താൽ അതിന്റെ അർത്ഥം കാണുന്ന സകലർക്കും അറിയാം, ഇതിന്റെ പുറകിലുള്ള മനുഷ്യൻ ജീവിച്ചിരിപ്പിയല്ല. ഇന്ന് രാത്രി കടന്നു വന്ന ദൈവവചനം കേൾക്കുന്ന സഹോദരന്മാരെ, യേശു തമ്പുരാന്റെ രൂപം വെച്ച് പൂജിക്കുകയും അതിന്റെ മുന്നിൽ തിരികൊളുത്തുകയും അതിന്റെ മുന്നിൽ മാലയിടുകയും ഏതോ ഭക്തിയോടെ ഭയത്തോടെ ഇതിനു മുൻപിൽ വണങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ദൈവത്തെ ക്രൂശിക്കുകയാണ്. കാരണം എന്റെ യേശു മരിച്ചുപോയ മനുഷ്യനല്ല, എന്റെ യേശു
മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരിക്കൽ ജീവൻ കൊടുത്ത യേശുവാണെങ്കിലും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ മഹാദൈവമായി ജീവിക്കുന്ന കർത്താവാണ് യേശു എന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രൂപത്തിന്റെ പുറകിൽ, ഈ രൂപത്തിന് മുൻപാകെ നിങ്ങൾ വണങ്ങുന്നെങ്കിൽ, നമസ്കരിക്കുന്നെങ്കിൽ പറയുകയാണ്, ഇതിന്റെ പുറകിലുള്ള ആള് ഇന്ന് ജീവിച്ചിരിപ്പിലായത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പാപം ചെയ്ത് സ്വർഗരാജ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വളരെ വ്യക്തമായി ദൈവവചനം ഇത് അനുശാസിക്കുന്നു. എന്തിന്? ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എക്സ്ക്യൂസ് ഇല്ലെന്ന വേദപുസ്തകം പറയുന്നത്. അവർക്ക് ക്ഷമയില്ലെന്ന. 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. അടുത്തത്, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവം തന്റെ ലക്ഷണങ്ങൾ, തന്റെ മഹത്വം ഭൂമിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യനും എക്സ്ക്യൂസ് ഇല്ല. ദൈവത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുകയില്ല. ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനാണ് ദൈവം തന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നാം പ്രാരംഭത്തിൽ അറിയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ആ ഇന്നർ സെൻസ് നമുക്ക് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടെ ശ്രദ്ധിച്ചാൽ ദൈവത്തെ ആദ്യം ഒരു മനുഷ്യൻ അറിയുന്നത് സ്വർഗത്തിലെ സ്നേഹമുള്ള ഒരു പിതാവെന്നാണ്. ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തെ അറിയുന്ന അങ്ങനെ. അതിന് ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമില്ല. ഹിന്ദു ആയാലും മുസൽമാനായാലും ലോകത്തിലെ സകല ജാതികളും വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്വർഗത്തിൽ ഒരു ദൈവം, ഒരു പിതാവ് ജീവിച്ചിരിപ്പുണ്ട്, എത്തിസ്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ ദൈവത്തെ ആദ്യം നമ്മൾ അറിയുന്നത് ഒരു സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവായ ഒരു ദൈവം. ഈ ദൈവം ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ അടുത്ത സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ദൈവമുണ്ട് എന്ന ഫീലിംഗിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് നമ്മൾ വരുന്നു. അത് 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. 15-ഉം 16-ഉം വാക്യങ്ങൾ എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. 8-ാം അധ്യായം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന 16-ാം വാക്യം വായിച്ചോ. നാം ദൈവത്തിന്റെ, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തെ അറിയുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞത് ദൈവം ജീവിച്ചിരിപ്പുണ്ട്. രണ്ടാമത് എന്താ ചെയ്യുന്ന അറിയാമോ? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? എഫെസ്യ ലേഖനം എല്ലാ വാക്യങ്ങളും വായിക്കണ്ട. എഫെസ്യ ലേഖനം 3:17, ഫിലിപ്പിയർ 3:8. ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നതെന്നറിയാമോ? നമ്മുടെ ഹൃദയങ്ങളിൽ യേശു തമ്പുരാൻ ജീവിക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഒന്നാമതല്ല മനുഷ്യനും അറിയുന്നത് എങ്ങനെ? ദൈവം, സ്വർഗത്തിൽ ദൈവമുണ്ട്, ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങനല്ല. ഈ സാക്ഷാൽ ദൈവം ക്രിസ്തു നമ്മിൽ വസിക്കുന്നെന്ന് ഉറപ്പ് വരികയാണ്. ഈ ഉറപ്പിലാ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ വിശദീകരിച്ച് ഞാൻ പറയാം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളല്ലേ? അതെ, ഞാൻ സാധാരണ ഇവിടെ ബൈബിൾ ക്ലാസ്സുകളിൽ, ചർച്ചിൽ ബൈബിൾ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ മാത്രമാണോ? അല്ല, രക്ഷിക്കപ്പെടാത്തവരും പ്രാർത്ഥിക്കും, ദൈവമേ എന്ന് വിളിക്കും. മഴ കിട്ടുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണോ? ലോകത്തിലുള്ള സകല ജാതിക്കും മഴ കിട്ടും. ജോലി കിട്ടുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണോ? എല്ലാവർക്കും കിട്ടും. രക്ഷിക്കപ്പെട്ടവർക്ക് കുറച്ചുപേരുടെ പ്രാർത്ഥിക്കാൻ കൂടുണ്ടെന്നുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ഈ പറഞ്ഞ ആശയം ശരിയാണെങ്കിൽ കൈയുയർത്തിയേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്.
എന്നാൽ വ്യത്യാസമുണ്ട്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. ഒരിക്കൽ ഒരു ആശാരി ചെറുക്കൻ, ഇത് കേട്ടിട്ടുള്ള പ്രിയപ്പെട്ടവര് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു ആശാരി ചെറുക്കൻ, ഒരു കൊച്ചു ചെറുക്കൻ ഒരു കൊച്ചു കളിവെള്ളം ഉണ്ടാക്കി. ഈ കളിവെള്ളം ഉണ്ടാക്കിയിട്ട് അവന്റെ അപ്പന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിച്ചും പണിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോ അവൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവൻ അതിന്റെ പേര് ആ കളിവെള്ളത്തിൽ കൊത്തി എല്ലാ ദിവസവും പോയി ഈ കടലിൽ ഈ കളിവെള്ളം വെച്ച് കളിക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കളിവെള്ളം കടലിൽ വന്ന ഒരു തിരയെടുത്തുകൊണ്ടങ്ങ് പോയി. തിരയെടുത്ത് പോയി കുറെ നാളുകൾ അവൻ മനോവിഷമത്തോടെ അവന്റെ കൈ കൊണ്ടുണ്ടാക്കി ഈ കളിവെള്ളം ഒരുപാട് പ്രയാസപ്പെട്ടുണ്ടാക്കി ഈ കളിവെള്ളം നഷ്ടപ്പെട്ടല്ലോ എന്ന വേദനയോടുകൂടെ അവൻ തിരികെ വീട്ടിലേക്ക് വന്നു. കുറച്ചു നാളുകൾ ഈ വേദനയും വിഷമവും ഒക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം അവനിങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ വള്ളങ്ങളും മറ്റുമൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന ഒരു കട കണ്ടു. അവൻ ആ കടയിലേക്ക് കയറി ഓരോന്നും എടുത്ത് മറിച്ചൊക്കെ നോക്കിയപ്പോ അവൻ ഉണ്ടാക്കിയ ഈ കളിവെള്ളത്തോട് തുല്യമായ ഒരു കളിവെള്ളം കണ്ടു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അത് വെച്ചിരിക്കുക. ഇവൻ ഓടിച്ചെന്ന് അതെടുത്തു തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയപ്പോ കൊണ്ട് അവന്റെ പേര് അതിൽ കുത്തിയിരിക്കുന്നു. ഇവന് മനസ്സിലായി ഇത് അവന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കളിവെള്ളമാണ്. ഇവൻ ഈ കളിവെള്ളം എടുത്തു, കടക്കാരനോട് പറഞ്ഞു, ഇത് എന്റെ കളിവെള്ളമാണ് എനിക്ക് തരണം. കടക്കാരൻ പറഞ്ഞു, ചെറുക്ക ചാടാതെ വള്ളം ഇവിടെ വെച്ചിട്ട് പണി നോക്ക, നിനക്ക് വേണമെങ്കിൽ അതിന്റെ എഴുതിയിരിക്കുന്ന വില തന്നാൽ ഈ കളിവെള്ളം നിനക്ക് തരാം. ചെറുക്കന്റെ മനസ്സിൽ വലിയ ആഗ്രഹമായി, ഞാൻ ഉണ്ടാക്കിയ ഈ കളിവെള്ളം എനിക്ക് തന്നെ കിട്ടിയേ പറ്റും. അവനോടി പിതാവിന്റെ അടുക്കലേക്ക് ചെന്നു. പിതാവേ, ആ കളിവെള്ളം നമ്മൾ ഉണ്ടാക്കിയ കളിവെള്ളം അത് നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചതാ, പക്ഷെ വേണ്ടത് കടലിരിക്കുന്നു, എനിക്കത് വേണം. അവൻ പിതാവിന്റെ കയ്യിൽ നിന്ന് പ്രൈസൊക്കെ വാങ്ങി ഓടി വന്ന് ഈ കടയിലേക്ക് കൊടുത്തിട്ട് കച്ചവടക്കാരന്റെ കയ്യിലോട്ട് ഈ പൈസ കൊടുത്ത് ഈ കളിവെള്ളം എടുത്തിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കഥ അങ്ങ് മറന്നേരെ. എന്നിട്ട് ഇനി പറയുന്നു, ഓർത്തോണം. ഈ കളിവെള്ളം അവന്റെ നെഞ്ചോടവൻ ചേർത്തങ്ങ് പിടിച്ചു, കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൊച്ചു കളിവെള്ളമേ, ഒരിക്കൽ ഞാൻ നിന്നെ നിർമ്മിച്ചതാണ്, പക്ഷെ കടലിന്റെ തിരകളിൽപ്പെട്ട് നീ എന്നേക്കുമായി പോയി എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോ ഞാൻ നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, ഇനി എന്നും എന്നും നീ എന്റെ സ്വന്തമാണ്. ഇപ്പൊ രണ്ട് ഉടമസ്ഥാവകാശമായി ചെറുക്കൻ ഈ ബോട്ടിന്റെ മേലുള്ളത്, ഈ വള്ളത്തിന്റെ മേലുള്ളത്. ഒന്ന് സൃഷ്ടിതാവ് അല്ലെങ്കിൽ നിർമ്മിതാവ് എന്ന നിലയിൽ അവന് ഇതിന്റെ മേലെ അധികാരമുണ്ട്. രണ്ടാമത്തെ കുറച്ചുകൂടെ അടുത്ത ബന്ധമാണ്, വില കൊടുത്ത് വാങ്ങിച്ചവൻ എന്ന ബന്ധം ഇപ്പോൾ ഈ ബോട്ടിനോടുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കാൻ കടന്നു വന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവമാണ് ദൈവം, സൃഷ്ടിതാവ് എന്ന നിലയിൽ. ദൈവത്തിന്റെ അറിവ് കൂടാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല. എല്ലാ മനുഷ്യന്റെയും സൃഷ്ടിതാവ് ദൈവമാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടവനുള്ള ബന്ധം വേറെയാണ്. രക്ഷിക്കപ്പെട്ടവനുള്ള ബന്ധം എന്താണെന്നറിയാമോ? ഒരിക്കൽ നിർമ്മിച്ചു, പക്ഷേ എന്നോ കടലിൽപ്പെട്ട് തിരകളിൽപ്പെട്ട് പാപത്തിന്റെ അലകളിൽപ്പെട്ട് പോയിരുന്നു. ഇപ്പോൾ തന്റെ രക്തം കൊടുത്ത്, തന്റെ ജീവൻ വിലയായി കൊടുത്ത് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദര, നീ ലോകത്തിൽ യേശുവിനെ സ്വീകരിക്കാതെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തിടത്തോളം കാലം തിരകളിൽപ്പെട്ട് മാറിപ്പോയ ഒരു സൃഷ്ടി മാത്രമാണ് നീ. പാപത്തിന്റെ തിരകളിൽപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞു പോയ വെറും ഒരു സൃഷ്ടി മാത്രം. എന്നാൽ ഇന്ന് രാത്രി കുറച്ചുകൂടെ അടുത്ത ബന്ധത്തിലേക്ക്, പുത്രത്വത്തിന്റെ ആ ബന്ധത്തിലേക്ക് നിനക്ക് വരണമെങ്കിൽ കാൽവറി ക്രൂശിൽ ജീവനെ കൊടുത്ത യേശു തമ്പുരാന്റെ മരണത്തിൽ നീ വിശ്വസിക്കുകയും അവൻ നിനക്ക് വേണ്ടി മരിച്ചുവെന്ന് നീ വിശ്വസിക്കുകയും അവനെ നിന്റെ കർത്താവായിട്ട് നീ സ്വീകരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ രണ്ടാമത്തെ ഉടമസ്ഥാവകാശം ദൈവത്തിന് നിന്റെ മേലുണ്ട്. അത് പുത്രത്വത്തിന്റെ അവകാശം.
സന്തോഷിക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അറിവിലേക്ക് മനുഷ്യൻ വരുന്നു. ഈ അറിവ് വന്ന ഒരൊറ്റ മനുഷ്യനും ദൈവം ഇല്ലെന്ന് പറയത്തില്ല. ആദ്യത്തെ അറിവിൽ തെറ്റിപ്പോകാം എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവ് ഉണ്ട് എന്നൊരു ഫീലിംഗ് മാത്രമാണ് നിനക്കുള്ളതെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. നീ ദൈവത്തിന്റെ ഒരു പൈതലാണെന്ന് ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ വരണം. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്തു വരുന്ന ഉറപ്പ് ക്രിസ്തു നിന്നിൽ വസിക്കുക. ഞാനിങ്ങനെ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു. കർത്താവ് പറഞ്ഞു, ഉപ്പ് കാരമില്ലാതെ പോയാൽ ടേസ്റ്റ് വെറും വെളുത്ത പൊടിയായിട്ട് മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ, അല്ലേ? കല്ലായിട്ട്. ഇതിന് ആ ടേസ്റ്റ് പകരുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തുമില്ല. ക്രിസ്തു നമ്മിൽ വസിക്കുന്ന അങ്ങനെ. പ്രകാശം മനസ്സിലായോ? ഉപ്പിന്റെ ടേസ്റ്റ് കൊടുക്കുന്ന എന്തോ ഇതിനകത്തുണ്ട്. പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ണുകൊണ്ട്? നമ്മുടെ വീട്ടിൽ ഉപ്പ് സെർവ് ചെയ്യുമ്പോഴേ എന്തോ വെളുത്ത പൊടി വീഴുന്നു എന്നുള്ളത് നമുക്കറിയത്തുള്ളൂ. ഇതിനകത്തൊരു രുചിയുണ്ട്. ഈ രുചി ആരും കണ്ടിട്ടില്ല. ഈ രുചി എന്ന് പറയുന്നത് ഈ ഉപ്പിലൂടെ നമ്മൾ അനുഭവിച്ചറിയുക. ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്ന അങ്ങനെ. ഉപ്പുകല്ലായിട്ട് നമ്മളിങ്ങനെ നടക്കുക, പക്ഷെ ഇതിനകത്ത് എന്തോ ഉണ്ട്? ദ ടേസ്റ്റ്. ആ ടേസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ ടേസ്റ്റ് സ്വർഗീയമായ ടേസ്റ്റാ. സ്വർഗീയമായ ടേസ്റ്റ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവൻ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാത്തത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവൻ ലോകത്തിലെ മനുഷ്യനെ പോലെ ജീവിക്കാത്തത്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവൻ വിശുദ്ധിയുടെ പാതയിൽ പോകണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. കാരണം ഇതിനകത്തൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് സ്വർഗീയമായത് ക്രിസ്തു ദൈവമക്കളിൽ വസിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഇതാ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തെപ്പറ്റി വെറും ഒരു അറിവ് പോരാ. രണ്ടാമത്തെ സ്റ്റെപ്പ്, നാം ദൈവവൈതലാണെന്നൊരു ഉറപ്പ് വരണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതിന്റെ എല്ലാം കൂടെ the intensity of this awareness for a Christian is such that though we have not seen our Lord Jesus, we indeed love him. 1 പത്രോസ് 8 വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്ന പറയുന്നത്? വായിക്കാം. 1 പത്രോസ് 8 വാക്യം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അപ്പൊ കണ്ടതുകൊണ്ടല്ല നാം ദൈവത്തെ അറിയുന്നത്, നമ്മുടെ അകത്ത് അവൻ വസിക്കുന്നുവെന്ന നിശ്ചയമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? അവനെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ആദ്യത്തെ തെളിവെന്ന് പറയുന്നത്, എല്ലാ മനുഷ്യനിലും ഒരു ഇന്നർ സെൻസ്, അകത്ത് ഒരു സെൻസ് ഉണ്ട്. എന്തോ സെൻസാ? ദൈവമുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇനി അടുത്ത കാരണം പറയുമ്പോൾ കുറച്ചുകൂടെ അത് ശക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് രാത്രി അത് പറയാൻ എന്റെ മുന്നിൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത് ബിലീവിംഗ് ദ എവിഡൻസ് ഇൻ സ്ക്രിപ്ചർ ആൻഡ് നേച്ചർ. തിരുവചനത്തിലുള്ള എവിഡൻസിനെ നമ്മൾ വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ പ്രകൃതിയിലുള്ള, ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള തെളിവുകൾ അത് ഓരോന്നായി നിരത്തേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഞാൻ അത് വിശദീകരിച്ചാൽ പറയാം. കാരണം ഇന്നത് വിശദീകരിക്കാൻ എന്റെ മുന്നിൽ സമയമില്ലാത്തതുകൊണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവത്തെ നാം അകത്ത് നമ്മുടെ അറിവിൽ, നമ്മുടെ മനസ്സാക്ഷി ഉള്ള എല്ലാവർക്കും അറിയാം എന്തുണ്ടെന്ന്. കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ ഈ കുവൈറ്റിലെ ഒരു ക്യാമ്പിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരൻ, അവനൊരു നിരീശ്വരവാദിയെ പോലെ എന്നോട് സംസാരിച്ചു. കാര്യങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ നല്ലൊരു അറിവുള്ള നിരീശ്വരവാദി അല്ലെന്ന്. അവനോട് പിടിച്ചു നിൽക്കാൻ ഒരു പ്രയാസമില്ല എന്ന് എന്റെ മനസ്സിൽ തോന്നി. കാരണം അവനിങ്ങനെ കാര്യങ്ങളുടെ ആർഗ്യുമെന്റ് കേട്ടപ്പോൾ തോന്നി നിരീശ്വരവാദിയാണെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഓർപ്പിച്ച പോലെ ആകാശത്ത് പോയി ചന്ദ്രനിൽ പോയി കാലുകുത്തിയവൻ പറയുന്നു ഇതൊക്കെ കണ്ടാൽ ഇതിന്റെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്നാൽ മാക്രിയെ കീറിയവൻ എന്ത് പറയുന്നു? പ്രീ ഡിഗ്രിക്ക് എന്ന് മാക്രിയെ കീറിയവൻ പറയുന്നു. കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് മാക്രിയൊക്കെ ഒന്ന് കീറിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നു. ദൈവമൊന്നും ഇല്ലെന്ന്. ഇത് ഈ രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സഹോദരൻ സംസാരിച്ചത്. ഞാൻ ആ സഹോദരനോട് ഇങ്ങനെ ചോദിച്ചു, സഹോദര, നീ ദൈവം ഇല്ല എന്ന് പറയുന്നു, അങ്ങനെയെങ്കിൽ നിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവൻ എന്നോട് പറഞ്ഞു,
മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. വളരെ ജ്ഞാനത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. വിവേകിയാണെന്ന ചിന്തയിൽ നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ വിവേകി എന്ന് വെച്ച് അവന്റെ ഹൃദയം തീരുന്ന ഇരുണ്ടുപോയി എന്നുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ മരണ ഡേറ്റ് എന്ന് പറഞ്ഞാട്ടെ. കാരണം എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്കറിയണമല്ലോ ഞാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന്. കാരണം എന്റെ വാഹനം ഞാൻ ഓടിക്കുമെങ്കിൽ എനിക്കറിയാം എവിടെ നിർത്തണമെന്ന് വെച്ചാൽ അവിടെ നിർത്താൻ അറിയാം. എന്റെ നിയന്ത്രണത്തിലാ വണ്ടിയെങ്കിൽ പിന്നെ ബ്രേക്ക് പൊട്ടിയെങ്കിലേ ഉള്ളൂ പ്രശ്നം. എന്റെ നിയന്ത്രണത്തിലാ വണ്ടിയെങ്കിൽ എവിടെ ചവിട്ടണമെന്ന് എനിക്കറിയാം, എവിടെ നിൽക്കണമെന്ന് എനിക്കറിയാം. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ മരണ ഡേറ്റ് എന്ന് പറഞ്ഞാട്ടെ. അവൻ പറഞ്ഞു, അതൊക്കെ ഒരു വിധിയാണെന്ന്. ഞാൻ ചോദിച്ചു, ആരായി വിധി എഴുതിയത്, നീയാണോ? പെട്ടെന്ന് അവൻ തപ്പി, അതൊക്കെ വിധിയാണെന്ന് പറഞ്ഞ് എടുത്തങ്ങടിച്ചു, വിധിയാണ്. ഞാൻ പറഞ്ഞു, സഹോദര, ആരാ നിനക്ക് വേണ്ടി വിധി എഴുതിയത്? നീയാണോ? കാരണം നീ മുമ്പേ പറഞ്ഞു നീയാണ് നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത്. നീയാണോ ഈ വിധി എഴുതിയത്? അവൻ പെട്ടെന്നൊന്ന് പതറി, ഒന്നും നിവർത്തിയില്ല എന്ന് പറഞ്ഞു. അത് പൂർവിക കാലം തൊട്ടേ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം വിധി എഴുതണമെങ്കിൽ ഞാൻ നിരീശ്വരവാദിയാന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് പറയുന്നു. പൂർവ്വകാലം തൊട്ട്. ഞാൻ പറഞ്ഞു, പൂർവ്വകാലം നിനക്ക് എങ്ങനെ അറിയാം? അത് നമ്മുടെ പിതാക്കന്മാരിൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ആ പിതാക്കന്മാരെ ഏത് നിലയിൽ? അവരിങ്ങനെ പറഞ്ഞു 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 ഒന്ന് ലാസ്റ്റിലേക്കൊക്കെ വരാൻ തുടങ്ങി. കുരങ്ങി കയറി, കുരങ്ങിൽ നിന്നൊക്കെ അങ്ങ് പോയി. ഞാനും പിടിച്ചു വിട്ടില്ല. കാരണം ഇവരുടെ ഈ സംസാരം ഇതൊരു ഇച്ചിരി വിട്ടുപോകുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഇച്ചിരി സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ കുരങ്ങി കയറി, പിന്നെ അങ്ങ് മുകളിൽ ആകാശത്ത് പോയി, പ്ലാനറ്റിൽ കയറി. ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടില്ല. ഈ പ്ലാനറ്റിന്റെ പുറകിൽ ആരാ? ഇങ്ങനെ ചോദിച്ചു 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 വന്ന് ലാസ്റ്റിൽ അവൻ പറഞ്ഞു, ഒരു ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, ഈ ശക്തിക്കാണ് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. നീ ഇപ്പൊ ശങ്കരനെന്നോ തൊമ്മനെന്നോ വിളിച്ചോ, ഇച്ചിരി കൂടെ ജ്ഞാനം വരുമ്പോ നീ ദൈവം എന്ന് വിളിക്കും. മനസ്സിലായോ? ഈ ശക്തിക്കാ ഞങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ദൈവം എന്ന് വിളിക്കുന്നത്, സകലതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോസ്, റൂട്ട് കോസ്. അപ്പോൾ ദൈവമക്കളെ, ഞാൻ പറഞ്ഞു തന്ന ആശയം എന്താണെന്ന് അറിയാമോ? ദൈവം ഇല്ല എന്ന് പറഞ്ഞു വരുന്ന ഏത് മനുഷ്യനോടും അവന്റെ മനസ്സാക്ഷി കുത്തത്തക്ക നിലയിൽ, അവന്റെ മനസ്സാക്ഷിയുടെ അല്ലെങ്കിൽ അവന്റെ സെൻസ്, ഇന്നർ സെൻസ് വാദിക്കുന്നതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന് അവൻ ആർഗ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ആർഗ്യുമെന്റിനെ പൊളിക്കാൻ പാടില്ല, ആർഗ്യുമെന്റിനെ തിരുത്താൻ പാടില്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവം ജീവിക്കുന്നു, സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു, ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ജീവനെ നിയന്ത്രിക്കുന്ന ദൈവം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെന്റെ മനസാക്ഷി പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷി അത് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവത്തെ ജനറലായി മാത്രം അറിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ദൈവം ഉണ്ട് എന്ന അറിവ് മാത്രമേ നിനക്കുള്ളെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, യു കം ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നീ ദൈവത്തിന്റെ മകനാണെന്ന ഉറപ്പിലേക്ക്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നീ ഒരു ദൈവ പൈതലാണെന്ന ഉറപ്പിലേക്ക്. അത് വന്നു കഴിയുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്ന ഉറപ്പ്, ക്രിസ്തുവിനെ നീ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ്, ക്രിസ്തുവിനെ നീ വഹിക്കുന്നു എന്ന് ഉറപ്പ്. അതാണ് ദൈവമുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ തെളിവ് വരുന്നവൻ വരെ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടവനാണ്. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാനത് ചിന്തിക്കുന്നു. എന്നാൽ ദൈവം ഉണ്ടെന്നുള്ള സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ജനറൽ അറിവ് മാത്രമേ നിനക്കുള്ളൂ. ആ ദൈവത്തിന്റെ പൈതലാണ്, മകനാണ്, മകളാണ് ഞാനെന്നൊരു ഉറപ്പിലേക്ക് വന്നിട്ടുണ്ടോ? യേശു എന്നിൽ വസിക്കുന്നു എന്നൊരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ആ ഒരു സമർപ്പണത്തിന്റെ സമയമാണ്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ കർത്താവ് പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയ സഹോദര, യേശുവിൽ നിന്നുള്ള രക്ഷ നീ അനുഭവിച്ചറിയേണ്ടതിന് മറ്റുള്ള ജാതികൾ മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ
നിന്റെ കർമ്മപ്രവർത്തികളിൽ നീ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇന്നിരിക്കുന്ന ഇരിപ്പിൽ ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്, യേശുവേ എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തം എന്റെ പാപത്തെ കഴുകുവാൻ മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തെ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കർത്താവായി അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ദൈവത്തെ